പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ പിതാവായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ആ പ്രാർത്ഥന, കർത്തൃപ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നു. പിതാവിനെ നമ്മൾ പുകഴ്ത്തുന്നുണ്ട്. ആദ്യ ഭാഗങ്ങളിൽ, രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. പ്രലോഭനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തരുതെന്ന് പറയുന്നുണ്ട്. തിന്മയിൽ നിന്നും നമ്മളെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ എത്ര പ്രാവശ്യം പറയുന്നുവോ അത്ര പ്രാവശ്യവും നമ്മൾക്ക് അനുഗ്രഹം തന്നെയായിരിക്കും ലഭിക്കുന്നത്. കാരണം നേരിട്ട് നമ്മൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതും യേശു പഠിപ്പിച്ച പ്രാർത്ഥനയായതുകൊണ്ട് അതിൽ നിറയെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കും. ഈ പ്രാർത്ഥന പറയുമ്പോൾ അർത്ഥം മനസ്സിലാക്കി പറയുവാനായിട്ടും അതനുസരിച്ച് ജീവിക്കുവാനായിട്ടും ഉള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.